My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 72ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സ്വർണം എന്ന അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നേരത്തെ സ്റ്റൂൾസിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ വരുന്നത്. കൊട്ടേഷനിലാണൊരു പേഷ്യൻറ്റിൻ്റെ അനുഭവം കോട്ട് ചെയ്തിരിക്കുകയാണ്. സോഫ്റ്റ് സ്റ്റൂൾ പാസ്ഡ് വിത്ത് ഡിഫിക്കൽറ്റി, ഡു നോട്ട് ഫോർഗെറ്റ് ദിസ്. അപ്പോൾ മൃദുവാണ്, സ്റ്റൂളും മൃദുവാണ്. ഹാർഡാകുമ്പോൾ എക്സ്പെൽ ചെയ്യാൻ പ്രയാസം ഉണ്ടാകുന്നത് ഒരു സാധാരണ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ സിംറ്റം. അതിനേക്കാൾ വാല്യൂ ഉള്ള സിംറ്റമാണ് അസാധാരണ സിംറ്റം, അൺയൂഷ്വലായിട്ടുള്ള കാര്യം. സോഫ്റ്റ് സ്റ്റൂൾ പക്ഷേ എക്സ്പെൽ ചെയ്യാൻ പറ്റില്ല. അത് പേഷ്യനെ കോട്ട് ചെയ്ത ശേഷം കെൻഡ് പറയുകയാണ്, ഇക്കാര്യം മറക്കരുത്, ഡു നോട്ട് ഫോർഗെറ്റ് ദിസ്. സ്വർണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇക്കാര്യം മറക്കരുത്. ഈ ഒരു അവസ്ഥയുള്ള രോഗികളുടെ കാര്യത്തിൽ സ്വർണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആ ഔഷധത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം. ചിലപ്പോൾ ഈ ഒരു ഔഷധം ആ രോഗിയെ സുഖപ്പെടുത്തിയെന്ന് വരും. ഇതേപോലെ ഈ അവസ്ഥ മറ്റു പല ഔഷധങ്ങളുണ്ട്. ജനറൽസ് അഗ്രി ചെയ്ത് വരികയാണെങ്കിൽ ഈ ഒരു വളരെ അസാധാരണമായിട്ടുള്ളൊരു സിംറ്റത്തെ സ്വർണം ഹീൽ ചെയ്യും. ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ, ഹെമറേജ് ഫ്രം ദ റെക്ടം. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഹെമറേജ് ഉണ്ട്. കോളറ ഇൻഫൻറ്റം, ഓഫൺ ഇൻ ദ ഏർലി ഡേയ്സ് ദ സ്റ്റൂൾ ഈസ് ഹൊറിബിളി ഒഫൻസീവ്, സ്ലിമ്മി, undigested, there is vomiting and prolonged weakness, and the whole child has an offensive odor. Child dirty, no sunken. കുട്ടികൾക്കുണ്ടാകുന്ന കോളറയിൽ വിശേഷിച്ചും അതിൻ്റെ ആരംഭ ദിശകളിൽ സ്റ്റൂൾ വളരെ ഹൊറിബിളി ഒഫൻസീവ്, അസാധാരണമായ ദുർഗന്ധം, അത് സ്വർണത്തിൽ ഉള്ളതാണ്. സ്ലിമ്മി, അൺഡൈജസ്റ്റഡ്, ദഹിക്കാത്ത ആഹാരം മലത്തിലൂടെ വരുന്നു. സ്ലിമ്മിയാണ്. ഒപ്പം വൊമിറ്റിംഗ് ഉണ്ട്, നീണ്ടു നിൽക്കുന്ന കടുത്ത ക്ഷീണമുണ്ട്. ആ കുട്ടിക്ക് മൊത്തം ഒരു ഒഫൻസീവ് ഓർഡറുണ്ട്. മരത്തിന് മാത്രമല്ല, കുട്ടിക്ക് മൊത്തം ഒരു ഒഫൻസീവ് ഓർഡറുണ്ട്. അപ്പോൾ കോളറയുടെ സിംറ്റംസ് കാണിക്കുന്ന ഒരുപാട് ഔഷധങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഈ ദുർഗന്ധം, മരത്തിലെ ദുർഗന്ധം, ദഹിക്കാത്ത മലം പോകല്, ആ കുട്ടിക്ക് മൊത്തം ഒരു ദുർഗന്ധം, ആ ഒരവസ്ഥ സ്വർണത്തിൽ കാണുന്നതാണ്. ഡേർട്ടിയാണ്, ചൈൽഡ് ആകെ വൃത്തിയാക്കിയാലും വൃത്തിയാകില്ല. നോ സങ്കൺ, നോ സങ്കണിൻ്റെ കാര്യത്തിൽ ആൻറ്റിടാർട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സങ്കൺ കോണ്ടനൻസ്, മുഖമൊക്കെ ആകെ ക്ഷീണിച്ച് താഴ്ന്ന് ആകെ ഒരു ക്ഷീണിതമായിട്ടുള്ള അവസ്ഥ. സ്വർണം കോസസ് റിയാക്ഷൻ ആൻഡ് ക്യൂവേഴ്സ് ഓർ ബ്രിങ്സ് ദ ചൈൽഡ് ഇൻ ടു സച്ച് എ കണ്ടീഷൻ ദാറ്റ് എ സിമ്പിൾ റെമഡി കംപ്ലീറ്റ്സ് ദ ക്യൂർ. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഒരു പ്രൊലോങ്ഡ് അവസ്ഥ, ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നില്ല, കുട്ടിക്കൊരു വൈറ്റൽ റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റൽ റിയാക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും പിന്നീട് ഉചിതമായിട്ടുള്ള ഔഷധം സിംറ്റംസ് അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹീലിംഗ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ക്രൈസിസാണ് അവിടെ. ഒരു അണ്ടർലൈങ് മയാസം കാരണം ഹീൽ ചെയ്യാതെ ഇങ്ങനെ തുടർന്നു പോകുന്നു. അത്തരം അവസ്ഥയിൽ അണ്ടർലൈൻ കോസിനെ മാറ്റി ഒരു സിമ്പിൾ റെമഡി ഉപയോഗിച്ച് ഹീൽ ചെയ്യാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ സ്വർണത്തിന് സാധിക്കും. വിശേഷിച്ചും ഈ കോളറ ഇൻഫൻറ്റത്തിൻ്റെ കാര്യത്തിൽ പറയുക. ഇറ്റ് ഈസ് നോട്ട് ദ സോർനെസ് ഓഫ് ഹെപ്പാർ. ഇൻ സ്പൈറ്റ് ഓഫ് വാഷിംഗ് ദ ചൈൽഡ് സ്മെൽസ് സോ സോർ ലൈക്ക് സോർ മിൽക്ക്. ദ ഡയപ്പർ, യൂറിൻ ആൻഡ് ഫീസസ് ആൻഡ് പെർസ്പിറേഷൻസ് ആർ സോർ. എല്ലാത്തിനും കഴുകിയാലും എന്ത് ചെയ്താലും ആ ഒരു പുളിച്ച മണം, ഈ പുളിച്ച പാലിൻ്റെ ആയിട്ടുള്ള ദുർഗന്ധം യൂറിനിലുണ്ട്, മലത്തിലുണ്ട്, വിയർപ്പിലുണ്ട്, കുട്ടിക്ക് മൊത്തത്തിലുണ്ട്. എത്ര വൃത്തിയാക്കിയാലും ആ ഒരു സോർ സ്മെല്ല് പോകുന്നില്ല. ഇത് ഹെപ്പാറിൻ്റെ സോർനെസ് അല്ല എന്നും കൂടി പറയുന്നുണ്ട്. ഹെപ്പാർ സിറപ്പിന് സോർനെസ് ഉണ്ട്, സോർ സ്മെല്ലുണ്ട്. അതല്ല, അതിന് വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്പാരിസണാണ് നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന, ആശയക്കുഴപ്പത്തിൽ ഏത് കൊടുക്കണം എന്നുള്ള ആശയക്കുഴപ്പത്തിലാകുന്ന അവസ്ഥകളിൽ കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് പോകാൻ
കെൻറ്റിൻ്റെ ഇത്തരം നിരീക്ഷണങ്ങളും ഇത്തരം താരതമ്യങ്ങളും നിങ്ങളെ സഹായിക്കും. ദിസ് ഈസ് എ സ്ട്രോങ് ജനറൽ ഫീച്ചർ ഓഫ് ഹെപ്പാർ. ഹെപ്പാറിനൊരു വളരെ ശക്തമായ ഒരു ജനറൽ ഫീച്ചറാണ് ഹെപ്പാറിൻ്റെ അവസ്ഥ. The stool smells like spoiled eggs. So also the erectations and flatus. സ്റ്റൂള് പിന്നെ ഗ്യാസ്, മേൽവായു കീഴ്വായു ഒക്കെ ഈ ഒരു ചീഞ്ഞ മുട്ടയുടെ മണം ഹെപ്പാറിൻ്റെ ഒരു ജനറൽ ഫീച്ചറാണ്. ദ ഒഫൻസീവ്നെസ് ഓഫ് ദ സ്റ്റൂൾ ഈസ് ഹൊറിബിൾ ബട്ട് നോട്ട് സോ പെർമേറ്റിംഗ് ആസ് ബാക്ടീഷ്യ വിച്ച് ഈസ് തിക്ക് ആൻഡ് ക്ലേ ലൈക്ക് വൈൽ ദ സോർണ സ്റ്റൂൾ ഈസ് വാട്ടറി, ബ്രൗൺ, ഗഷിങ് ആൻഡ് മേ ബി ബ്ലഡി. അപ്പോൾ മറ്റൊരു കമ്പാരിസൺ വരികയാണ്. എന്തുമായിട്ടാണ്? ബാക്ടീഷ്യ വേണ്ട. സ്റ്റൂള് ഹൊറിബിളാണ്, പക്ഷേ ബാക്ടീഷ്യയുടെ പോലുള്ള അത്ര പെർമിയേറ്റിംഗ് അല്ല, അത്രയ്ക്ക് തുളച്ച് കയറി എല്ലായിടത്തും പരക്കുന്ന തരത്തിലുള്ള പെർമിയേറ്റിംഗ് അല്ല. ആ ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ആ കുട്ടി കിടക്കുന്ന പരിസരങ്ങൾ മൊത്തം പറക്കുന്നില്ല. അങ്ങനെ പറക്കുന്ന ബാക്ടീഷ്യ. പക്ഷെ അതിന് ബാക്ടീഷ്യയുടെ സ്റ്റൂൾ എങ്ങനെയാണ്? തിക്കാണ്, ക്ലേ ലൈക്കാണ്. പക്ഷേ സ്വർണത്തിൻ്റെയോ വാട്ടറിയാണ്, ബ്രൗൺ ആണ്, ഗഷിങ് ആണ്, ഇരച്ചു വരുന്നതാണ്, ബ്ലഡിയുമാണ്, രക്തവും അതിൽ കിടന്നിരിക്കുക. ക്രോണിക് ഡയറിയ, ഏർലി മോർണിംഗ് അർജൻറ്റ്. അപ്പോൾ പഴയ ഡയറിയ, ഏർലി മോർണിംഗ് പെട്ടെന്ന് പോകണം. ഹോട്ട് ഫ്ലാറ്റസ്, ബേണിംഗ് ദ ഏനസ്. അപ്പോൾ കീഴ്വായു പിന്നെ ചൂട്, ആ ചൂടുണ്ടായിട്ട് ഏനസിൽ ആ ചൂട് അനുഭവിക്കുക കൂടി ചെയ്യും. അസാധാരണ ഒരു അവസ്ഥയാണ് ഹോട്ട് ഫ്ലാറ്റസ്. അതിൻ്റെ ഗന്ധം കൂടി ഉണ്ട്. സ്മെൽസ് ഓഫ് സ്പോയിൽഡ് എഗ്സ്. ചീഞ്ഞ മുട്ടയുടെ മണമുണ്ട്. ആർണിക് ആൻഡ് സൾഫർ. ഇൻവോളണ്ടറി സ്റ്റൂൾ അറ്റ് നൈറ്റ്. രാത്രി അറിയാതെ മലം പോകും. അവിടെ ഒരു കമ്പാരിസൺ പറയുന്നത് ചൈനയുമായിട്ട് കമ്പാരിസൺ പറയുന്നത് എങ്ങനെയാണ്? ചൈന ഹാസ് എ ബ്ലാക്ക് പ്രൊഫ്യൂസ് വാട്ടറി സ്റ്റൂൾ അറ്റ് നൈറ്റ് ആൻഡ് ആഫ്റ്റർ മീൽസ്. ചൈന എങ്ങനെയാണ്? രാത്രി ഭക്ഷണത്തിന് ശേഷം, അത്താഴത്തിന് ശേഷം കറുത്ത നിറത്തിലുള്ള വല്ലാതെ ഇറങ്ങി വരുന്ന വാട്ടറി സ്റ്റൂളുണ്ട്. പക്ഷേ സ്വർണത്തിന് അങ്ങനെയല്ല, ഇൻവോളണ്ടറി സ്റ്റൂളാണ്, പക്ഷേ ബ്ലാക്ക് അല്ല. ഇൻ സ്വർണം വി ഫൈൻഡ് ദ ഹേസ്റ്റ് ഓഫ് സൾഫർ, ദ ഫ്ലാറ്റുലൻസ് ഓഫ് ഒളിയാൻഡർ ആൻഡ് അലോ ആൻഡ് ഡിഫിക്കൽട്ടി ഓഫ് എക്സ്പെല്ലിംഗ് ഓഫ് സോ സ്റ്റൂൾ ലൈക്ക് ആർണിക്ക, സ്റ്റൂൾ ലൈക്ക് അലൂമിനിയ, ചൈന ആൻഡ് നക്സ് മുസ്റ്റേറ്റ. ഒരു വിശദമായൊരു കമ്പാരിസൺ, ഒരു ലിസ്റ്റ് തന്നിട്ട് കമ്പയർ ചെയ്യും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക. സ്വർണത്തിൽ എന്താ ഉള്ളത്? സൾഫറിൻ്റെ ആ ഒരു ഹേസ്റ്റ്, ആ ഒരു തീക്ഷ്ണത, ഒരു രൂക്ഷത. ഫ്ലാറ്റുലൻസ് ഓഫ് ഒളിയാൻഡർ ആൻഡ് അലോയ. ഫ്ലാറ്റുലൻസിൻ്റെ കാര്യത്തിൽ ഒളിയാൻഡറും അലോയുമായിട്ട് കമ്പാരിസൺ. സ്റ്റൂൾസ്, സോഫ്റ്റ് സ്റ്റൂള് എക്സ്പെൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൻ്റെ കാര്യത്തിൽ അലൂമിന, ചൈന, നക്സും സ്റ്റൈൽ. ഇത്തരം അവസ്ഥകളിൽ ഈ ഔഷധങ്ങളുമായിട്ട് സ്വർണത്തെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ ഏത് കൊടുക്കണമെന്നുള്ള ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ നമുക്ക് ജനറൽ കണ്ടീഷനെ കുറിച്ച് പഠിച്ച് ഈ ഔഷധങ്ങളിൽ ഏതിൻ്റെ ജനറൽ കണ്ടീഷനാണ് എഗ്രി ചെയ്യുന്നത് മനസ്സിലാക്കി അതനുസരിച്ച് ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ ഹീൽ ചെയ്യും. അല്ലാതെ ഡിഫിക്കൽട്ട് എക്സ്പെൽഷൻ എന്ന് പറയുമ്പോൾ ഉടനെ അലൂമിനിയയിലേക്ക് പോവുക. അത് പറയുന്നത് വെച്ചാൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആയിടക്ക് പ്രാക്ടീസ് തുടങ്ങിയ ഒരു സുഹൃത്ത് ഇതേപോലത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അലൂമിനിയം അപ്പം അന്ന് ഞാനുമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു കേസ്. ചാടിക്കയറി അലൂമിനിയം ഉള്ളൂ, അലൂമിനിയാണെന്ന് പറഞ്ഞു കൊടുത്തു. എവിടെ ഒരു ഗുണമുണ്ടായില്ല. അതിൻ്റെ പൊട്ടൻസി മാറ്റി കൊടുത്തു നോക്കി, ഒരു രക്ഷയില്ല. പിന്നീട് കേസ് സ്റ്റഡി ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് സ്വർണ്ണമായിരുന്നു. സ്വർണ്ണം ഒറ്റ ഡോസ് കൊടുത്തു, രോഗി സുഖപ്പെടുകയും ചെയ്തു. There is prostration in some സ്വർണ്ണ കേസസ്. പ്രൊസ്ട്രേഷൻ ഓഫ് ദ ജെനിറ്റൽസ്. സ്വർണത്തിൽ ചില പ്രൊസ്ട്രേഷൻ കാണും, അത് ജെനിറ്റൽസിൻ്റെ പ്രൊസ്ട്രേഷനാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാറുള്ളത്. അതിൽ തന്നെ ഒരു സവിശേഷതയുണ്ട്, അത് കെൻറ്റ് പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഒരു ജനറൽ റൂളാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സച്ച് ആൻ അൺയൂഷ്വൽ തിങ് ഇൻ ദ ഫീമെയിൽ ടു ഹാവ് ആവേർഷൻ ടു സെക്ഷൽ ഇൻ്റർകോഴ്സ്, ബട്ട് മാൻ ഈസ് നോട്ട് ഓഫൺ സബ്ജക്റ്റ് ടു ദ കംപ്ലൈൻറ്റ് ദാറ്റ് കോസ് aversion to coition. അപ്പോൾ സെക്ഷൽ ആപ്പിറ്റൈറ്റിൻ്റെ കാര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ പറയുന്നത്. ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിനോടൊരു ആവേർഷൻ സ്ത്രീകളിൽ ഉണ്ടാകുന്നത് സാധാരണമാണ്, പക്ഷേ അത് പുരുഷനുണ്ടാകുന്നതിൽ ഒരു അസാധാരണത്വമുണ്ട്.
പുരുഷനിലുണ്ടാകുന്ന ഈ അസാധാരണത്വത്തിൻ്റെ ഒരു കാരണമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് തുറന്ന് പറയുന്നത്. യെറ്റ് വി ഹാവ് ഇൻ മാൻ ആസ് വെൽ ആസ് ഇൻ വുമൺ ആക്ച്വൽ ആവേർഷൻ ഓർ എ സ്റ്റേറ്റ് ഓഫ് നോ എൻജോയ്മെൻറ്റ്. അപ്പോൾ സ്ത്രീകളിൽ അസാധാരണമല്ല, പുരുഷനിൽ അസാധാരണമാണ്. പക്ഷേ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ ഒരു ആവേർഷൻ അതിനൊരു കൂടുതൽ വിശദീകരിച്ച് പറയുന്നത് എ സ്റ്റേറ്റ് ഓഫ് നോ എൻജോയ്മെൻറ്റ്. സെക്ഷൽ ആക്ടിനോട് കൂടെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഈ എൻജോയ്മെൻറ്റാണ് മനുഷ്യനെ ഈ റീപ്രൊഡക്ഷന് പ്രേരിപ്പിക്കുന്നത്. അത് ഇല്ലാതാവുന്നൊരവസ്ഥ. അപ്പോൾ മനുഷ്യൻ്റെ വളരെ പ്രാഥമികമായ ഒരു ചോദനയെപ്പോലും ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയെ സ്വർണം ഹീൽ ചെയ്യുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് സ്വർണം ഒരു മനുഷ്യൻ്റെ വൈറ്റാലിറ്റിയിലേക്ക്, സ്ത്രീയായാലും പുരുഷനായാലും വൈറ്റാലിറ്റിയിലേക്ക് എത്രമാത്രം ആഴത്തിൽ പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വിശപ്പും ലൈംഗികതയും മനുഷ്യൻ്റെ വളരെ പ്രാഥമികമായ വളരെ നാച്ചുറലായിട്ടുള്ള ചോദനകളാണ്. അവിടെ സ്ത്രീകളിൽ അതിൻ്റെ ഒരു ഇല്ലായ്മ കുറേയൊക്കെ സാധാരണമാകാമെങ്കിൽ പോലും സ്ത്രീകളിലും പുരുഷനും ഒരേപോലെ ഒരു ലാക്ക് ഓഫ് എൻജോയ്മെൻറ്റ്. ലാക്ക് ഓഫ് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രോജനിയെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെ, വംശവർദ്ധനമെന്ന് പറയുന്ന ഒരു ജീവിവംശത്തിൻ്റെ പ്രാഥമിക ചോദനയെ നിഷേധിക്കുന്ന ഒരു രോഗാവസ്ഥ. അതിനെ ഹീൽ ചെയ്യാൻ സ്വർണത്തിന് സാധിക്കുമെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഡീപ്പാണ് എന്ന് മനസ്സിലാക്കാം. ഹി ക്യാൻ പെർഫോം ദ ആക്ട് ആൻഡ് ഹാസ് നോ ഡിഫിക്കൽറ്റി ഇൻ ഒബ്റ്റൈനിങ് ആൻ ഇറക്ഷൻ, സോ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻസ്. അപ്പോൾ പുരുഷൻ്റെ കാര്യം പറയുന്നത് ഒരു ഇറക്ഷൻ കിട്ടാൻ പ്രയാസമില്ല, അതുകൊണ്ട് അത് ഇമ്പോർട്ടൻസ് അല്ല. പക്ഷേ ദർ ഇസ് നോ എൻജോയ്മെൻറ്റ്. പക്ഷേ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? ഇമ്പോർട്ടൻസ് കംസ് ലേറ്റർ, നേരെ തിരിഞ്ഞ്. അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം നേരത്തെ പല കാര്യങ്ങളും അസാധാരണ നമ്മൾ കണ്ടു, അസാധാരണമായ സിംറ്റംസ്. ഈ ഒരു കാര്യം സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലും അസാധാരണത്വമാണ്. ഇമ്പോർട്ടൻസ് വരുന്നത് പിന്നീടാണ്. ആദ്യം ലാക്ക് ഓഫ് എൻജോയ്മെൻറ്റ്, പിന്നെ ഇമ്പോർട്ടൻസ്. അപ്പോൾ സ്വർണത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം. അസാധാരണമായ അൺയൂഷ്വലായിട്ടുള്ള സിംറ്റംസ് നിറഞ്ഞൊരു ഔഷധമാണ്. ഈ അൺയൂഷ്വലായിട്ടുള്ള ഔഷധമാണ് ഒരു മെഡിസിൻ സെലക്ഷന് സാധാരണ ലക്ഷണങ്ങളെക്കാൾ സഹായിക്കുന്നതും വിലപ്പെട്ടത്. ആ ഒരു തത്വത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ വളരെ വിലപ്പെട്ട ഒരു ഔഷധമാണ് സ്വർണം. നോക്കൂ, ആക്സിസ് ഓഫ് ഇറക്ഷൻസ്, പാർട്സ് ഫ്ലാബി, ടോർപ്പിഡ്. സെക്ഷൽ പാർട്സ് ഫ്ലാബിയായി പോകുന്നു, ഇറക്ഷൻസ് ഇല്ലാതെ വരുന്നു, അങ്ങനെയും വരാം. അപ്പോൾ ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം അവസ്ഥകളുണ്ട്. പക്ഷേ അതിൻ്റെ ക്രമം നേരെ തരംതിരിഞ്ഞാൽ ആവേർഷൻ ടു കൊയിഷൻ, ഇമ്പോർട്ടൻസ്, വാണ്ട് ഓഫ് എമിഷൻ ഡ്യൂറിങ് കൊയിഷൻ. അപ്പോൾ സെക്ഷൽ ആക്ട് നടന്നാലും എമിഷൻ നടക്കാതെ വരും. പ്രൊസ്റ്റേറ്റ് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ബിഫോർ യൂറിനേറ്റിംഗ്, യൂറിനേഷന് മുമ്പ് പ്രൊസ്റ്റേറ്റ് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യുന്ന അവസ്ഥ. ജെനിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട്. സോർണോസിസ് ഇൻഡിക്കേറ്റ് എബോവ് ഓൾ അതേഴ്സ് ഇഫ് ദർ ഈസ് ആൻ അൺയൂഷ്വലി ഒഫൻസീവ് സ്റ്റേറ്റ് ഓഫ് ദ ജെനിറ്റൽസ്. മറ്റേത് ഔഷധങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും സ്വർണം ഒരു പിടി പൊങ്ങി നിൽക്കുന്ന ഒരു ടിപ്പിക്കൽ സിംറ്റം. എന്താണ്? ജെനിറ്റൽസിൽ നിന്നുള്ളൊരു ഒഫൻസീവ് സ്മെല്ല്. മൊത്തത്തിൽ ഒഫൻസീവ് സ്മെല്ലുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ കാര്യം പറഞ്ഞാലും ഓൾ ബോഡി ഒഫൻസീവുണ്ട്. പക്ഷേ ജെനിറ്റൽസിൽ നിന്നും ഒഫൻസീവ് സ്മെല്ല് വരുന്ന കാര്യത്തിൽ പല ഔഷധങ്ങളുണ്ട്. പക്ഷേ മറ്റെല്ലാത്തിനേക്കാളും ഒരു പിടി മുകളിൽ സ്വർണം നിൽക്കുന്നു. തൂജ, ഇഫ് ദ ഓർഡർ ഈസ് ഓഫ് എ nauseating sweet character, was exposed by rolling back the foreskin, sweet odor in spite of washing. തൂജയുമായിട്ടൊരു കമ്പാരിസൺ കൊണ്ടുവരിക. തൂജയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കണ്ടതാണ്, നോസിയേറ്റിംഗ് ആണ്, ഒരു സ്വീറ്റ് ഓർഡർ നമ്മൾ കണ്ടു. ഒരു മധുരപദാർത്ഥങ്ങൾ മണക്കുമ്പോൾ ഉള്ളൊരു അൺയൂഷ്വൽ സ്മെല്ല് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഇനി അവിടെ തൂജയുടെ ടിപ്പിക്കൽ വാട്സും ഉണ്ട്. ഫോർസ്കിൻ മാറ്റുമ്പോൾ അവിടെ വാട്സ് ഉണ്ട്. കഴിയാലും ഈ സ്വീറ്റ് ഓർഡർ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ തൂജ. സ്വർണം ക്യൂഴ്സ് മെനി ഹാർട്ട് കംപ്ലയിൻസ്. ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളെ സ്വർണം ഹീൽ ചെയ്യും. ഈ ഹൃദ്രോഗം, കാർഡിയാക് അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഒരു ഭയമാണ്. അത് ഹോമിയോപ്പതിക്കാർക്ക് പറ്റിയതല്ല. അത് ഉടനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതാണ് ഒരു ധാരണയുണ്ട്. ഒരു തരത്തിൽ ശരിയാണ്. കാരണം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായാൽ
ഹോമിയോപ്പതി ഡോക്ടർ പഴികേൽക്കേണ്ടി വരും. ഹോമിയോപ്പതിയും പഴികേൽക്കണം, അശാസ്ത്രീയ ചികിത്സ എന്നൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സേഫായിട്ട് സിംറ്റംസ് എടുക്കാനും മരുന്ന് സെലക്ട് ചെയ്യാനും കൊടുത്ത് അതിൻ്റെ ഒരു റിയാക്ഷൻ കാണാനുള്ള സാവകാശം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കാർഡിയോളജിയും മറ്റൊക്കെ പഠിക്കുന്നവരാണ്, ശരീരശാസ്ത്രം ഹൃദയത്തെക്കുറിച്ചൊക്കെ ഹൃദയത്തിൻ്റെ രോഗാവസ്ഥകളെക്കുറിച്ച് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ വിലയിരുത്താൻ പറ്റും. അപ്പോൾ കയ്യിൽ ഒതുങ്ങുന്നതാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഞാനത് പറയാൻ കാരണം എൻ്റെ അനുഭവം കൊണ്ടാണ്. എൻ്റെ പിതാവിന് 2 തവണ കാർഡിയാക് പ്രശ്നമുണ്ടായി. നെഞ്ചിൻ്റെ ഭാഗത്ത് വേദനയായിട്ടാണ് തുടങ്ങിയത്, എക്സ്റ്റെൻഡിങ് പെയിൻ, സാധാരണ ആൻജൈന എന്ന് പറയുന്ന അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ശരീരശാസ്ത്രവും ഹൃദയശാസ്ത്രവും അറിയില്ല. പക്ഷേ കാർഡിയാക് പ്രശ്നമാണെന്ന് ഒരു പൊതുജ്ഞാനത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ വിജാർ ഷെണായി ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. വിളിച്ച് ലക്ഷണങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ ഫാദറിന് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അദ്ദേഹം കേസ് സ്റ്റഡി ചെയ്തിട്ട് ഒരു അരമണിക്കൂറിനകം എന്നെ തിരിച്ചു വിളിച്ചിട്ട് മരുന്ന് പോയി വാങ്ങിക്കൊണ്ടുവരാനുള്ള സമയമില്ല, സാവകാശമില്ല. അപ്പോൾ ഞാൻ താമസിക്കുന്ന അടുത്തൊരു മെഡിക്കൽ ഷോപ്പുണ്ട്. എന്നോട് CKയിൽ 200 ഒരു ഡോസ് വാങ്ങി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പോയി അവിടെ നിന്ന് CKയിൽ വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തു. ഒരു 10-15 മിനിറ്റ്, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ വേദനയൊക്കെ മാറി, പ്രശ്നങ്ങൾ തീർന്നു. പിന്നീട് 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സമാനമായിട്ട് നെഞ്ചുവേദന, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. വേദന വന്ന സ്ഥലത്തിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അത്തവണ ഇതേപോലെ തന്നെ രാത്രി സമയമായിരുന്നു. അപ്പോൾ എന്നോട് വേറെ കുറച്ച് ഔഷധങ്ങൾ വാങ്ങി വെക്കാൻ പറഞ്ഞിരുന്നു, ഇതേപോലെ പ്രശ്നം ഉണ്ടായാൽ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ വേറെ കുറച്ച് ഔഷധങ്ങൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ മറ്റൊരു ഔഷധമായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തത്, അത് കൊടുത്തു, വേദന മാറി. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് ഒരു കാർഡിയാക് പ്രശ്നമായിരുന്നില്ല എന്ന് വേണേൽ വാദിക്കാം, ഒരു വാദത്തിന്. കാരണം എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അറിവ് എനിക്കില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഞങ്ങൾ പാലക്കാട്ടേക്ക് വന്നതിന് ശേഷം, എൻ്റെ ഫാദറിന് കൊച്ചിയിൽ വെച്ച് ഒരു ചെസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുക്കേണ്ട അവസ്ഥ വന്നു. ലങ്സിൻ്റെ ടെസ്റ്റ് ചെയ്യാനാണ് എക്സ്റേ എടുത്തത്. ഒരു ഹോസ്പിറ്റലിൽ ഈ എക്സ്റേ കണ്ട ഡോക്ടർ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, ഇദ്ദേഹത്തിന് ട്യൂബുലർ ഹാർട്ടാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ട്യൂബുലർ ഹാർട്ട് എന്ന് വെച്ചാൽ എന്താണ്, എനിക്കറിയില്ല. പിന്നെ കാണിച്ചു തന്നു, ഒരു ഹൃദയത്തിൻ്റെ ഒരു ഷേപ്പ് മാറിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു 2 തവണ എങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും 2 തവണയെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ വന്നിട്ടില്ല, ഹാർട്ട് അറ്റാക്കിൻ്റെ പേരിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല, അതിനുവേണ്ടി മരുന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു 2 തവണയെങ്കിലും വന്നിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഈ സംഭവം ഓർമ്മ വന്നില്ല. പിന്നീടാണ് ഈ 2 തവണ നെഞ്ചിൻ്റെ വേദന വന്നതും ഓരോ ഡോസ് ഹോമിയോപ്പതി മരുന്ന് കൊടുത്ത് മാറിയതിൻ്റെ ഓർമ്മയുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അത് രണ്ടും കാർഡിയാക് അറസ്റ്റ് തന്നെ ആയിരുന്നു. സിംഗിൾ ഡോസ് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് അത് മാറുകയും ചെയ്തു. ഡോക്ടർ വിജാർ ഷെണായിയാണ് അത് ആ കേസ് മാനേജ് ചെയ്തത്. അദ്ദേഹം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സംശയമുള്ളവർക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ട, നമ്മൾ ധാരാളം ഔഷധങ്ങളുണ്ട്. സിംറ്റംസ് ചെയ്യാനായിട്ടെടുത്ത് സിവിലിമം കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. പക്ഷേ അപകടം സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങൾ പഠിച്ച ശരീരശാസ്ത്രത്തിൻ്റെ അറിവ് വെച്ചുകൊണ്ട് വിലയിരുത്തണം. പിന്നീട് ഒരു ലീഗൽ ബാറ്റിലേക്ക് പോകേണ്ട അവസ്ഥ വരും. പാൽപിറ്റേഷൻ ഫ്രം ദ ലീസ്റ്റ് എക്സേർഷൻ, ബെറ്റർ ലൈങ്. ചെറിയൊരു എക്സേർഷൻ ഉണ്ടായാൽ മതി, നെഞ്ചിടിക്കും. കിടന്നു കഴിഞ്ഞാൽ ആശ്വാസമുണ്ട്. സ്റ്റിച്ചിങ് പെയിൻ, ബെറ്റർ ലൈങ്. കുത്തുന്ന പോലെ വേദനയുണ്ട്, അതും കിടന്നു കഴിഞ്ഞാൽ ആശ്വാസം. കാർഡിയാക് മർമേഴ്സ് ഓഫ് ഈതർ സൈഡ്, 2 വശങ്ങളിലും കാർഡിയാക് മർമേഴ്സ്. പെരിക്കാർഡൈറ്റീസ് ഓഫ് റൊമാറ്റിക് ഒറിജിൻ, ഒരു
വാദസംബന്ധമായ ഒരു ഉൽപ്പത്തിയുള്ള പെരിക്കാർഡൈറ്റിസ്. ഹാർട്ട് സിംറ്റംസ് വിത്ത് ജനറൽ വീക്ക്നെസ്, ഡസ്കി ഫേസ്, ഡേയ്സ് ലുക്ക്. അപ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ ഒരു ജനറൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പൊതുവായൊരു ക്ഷീണം, മുഖം ആകെ ഇങ്ങനെ മങ്ങിയ അവസ്ഥ, ഹേസ് ലുക്ക്, ആകെ ഒരു അസ്വസ്ഥത കാണിക്കുന്ന ഒരു സംഭ്രമജനകമായ ഒരു ലുക്ക്, വീക്ക്, ഇറഗുലർ ആൻഡ് റാപ്പിഡ് പൾസ്, ക്ഷീണിച്ച ക്രമം തെറ്റിയുള്ള വേഗത കൂടിയ പൾസ്. ഇതൊക്കെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകളാണ്. ഇങ്ങനെയുള്ള ഹൃദയമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകളിൽ ഒത്തിരി ഔഷധങ്ങളുണ്ട്. കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കോൺഫിഡൻസോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അത്തരം അവസ്ഥകൾ മാറും. എനിക്കത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്കത് സാക്ഷ്യപ്പെടാൻ സാധിക്കും. പക്ഷേ നന്നായിട്ട് പഠിച്ചിരിക്കണം. മെറ്റീരിയയെക്കുറിച്ച് നല്ല അറിവുണ്ടാവണം. സിംറ്റംസ് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം, വെരിഫൈ ചെയ്യണം. പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഔഷധം നിങ്ങൾ സെലക്ട് ചെയ്യും വേണം. അത് സാധിക്കുകയും ചെയ്യും. എൻ്റെ ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ബട്ട് മാർക്ക് ദ മൊഡാലിറ്റീസ് ശ്രദ്ധിക്കുക. അപ്പോൾ മെഡിസിൻ സെലക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു 5 സ്ട്രോങ് ജേർണൽസെങ്കിലും കണ്ടെത്തുക, അതിൻ്റെ മൊഡാലിറ്റീസും കണ്ടെത്തുക. ഇവിടെ എന്താ? അഗ്രവേഷൻ ഇൻ ദ ഓപ്പൺ എയർ, അഗ്രവേഷൻ വെൻ സിറ്റിംഗ് അപ്പ്, അഗ്രവേഷൻ ഫ്രം സിറ്റിംഗ് അറ്റ് ദ റൈറ്റിംഗ് ടേബിൾ, വാണ്ട്സ് ടു ലൈ ഡൗൺ, വാണ്ട്സ് ടു റെസ്റ്റ് ദ ചെസ്റ്റ് ആൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് ബൈ ലൈയിങ് ഡൗൺ. ഉണ്ടോ? എന്തൊക്കെ മൊഡാലിറ്റീസ്? ഓപ്പൺ എയറിൽ അഗ്രവേഷൻ വെൻ സിറ്റിംഗ് അപ്പ്, ഇരിക്കുമ്പോൾ അഗ്രവേറ്റ് ചെയ്യുക, എഴുത്തുമേശയിലെടുത്തിരിക്കുമ്പോൾ വർദ്ധിക്കുക, കിടക്കാൻ തോന്നുക, ഹൃദയത്തിനും ശ്വസിക്കുന്ന അവയവങ്ങൾക്കും ശ്വാസകോശത്തിനും മൂക്കിനുമൊക്കെ കിടന്നുകൊണ്ട് റെസ്റ്റ് കൊടുക്കുക. ഇതാണ് മൊഡാലിറ്റീസ്. ആസ്മാറ്റിക് ഡിസ്നിയ അമീലറേറ്റ് ബൈ ലൈയിങ് ഡൗൺ, ആസ്മാറ്റിക് ഡിസ്നിയ കിടക്കുമ്പോൾ അമീലറേഷൻ. വേഴ്സ് ദ നിയർ ദ ആംസ് ആർ ബ്രോട്ട് ടു ദ ബോഡി. നേരത്തെ പറഞ്ഞു കൈ വിടർത്തി വെക്കുമ്പോൾ ആശ്വാസമുണ്ട്, ബെഡിൽ മൊത്തം സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ ആശ്വാസം, ശരീരത്തോട് ചേർന്ന് വരുമ്പോൾ പ്രയാസം. ആസ്മാറ്റിക് ഡിസ്നിയയിലുണ്ട്. സച്ച് സിംറ്റംസ് ആർ ഫൗണ്ട് ഇൻ വെരി ഫ്യൂ റെമഡീസ് ആൻഡ് ഇൻ നൺ സോ മാർക്ഡ് ഇൻ സോർണം. ഇത്തരം കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്ന ഔഷധങ്ങൾ കുറവാണ്. ഹോമിയോപ്പതി മെറ്റീരിയൽ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുന്ന ചുരുക്കം ഔഷധങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ സ്വർണത്തോളം കാണിക്കുന്നതില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ശരിക്കും ഓർത്ത് വെക്കുക. ഇനി പനിയെക്കുറിച്ച് പറയുന്ന ഒരു വിശേഷപ്പെട്ട ഒരു ലക്ഷണം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വർണത്തെക്കുറിച്ചുള്ള ഈ അധ്യായം അവസാനിപ്പിക്കാം. ഹീസ് കവേർഡ് വിത്ത് ബോയിലിംഗ് സ്വെറ്റ് ഇൻ ഫീവേഴ്സ്. പനികളിൽ തിളക്കുന്ന വിയർപ്പ്. അപ്പോൾ അതെന്ത് വിയർപ്പായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അത് തിളക്കുന്ന വിയർപ്പ് കൊണ്ട് ശരീരം ആകെ മൂടും. എപ്പോഴാണ്? പനികളിൽ. ഹെഡ് ആൻഡ് ബോഡി ഹോട്ട്, തലയും ശരീരവും ഒക്കെ ചൂട് പിടിച്ചിരിക്കുന്നു. ഹോട്ട് എയർ ഓർ സ്റ്റീം ബിനീത്ത് ദ കവേഴ്സ്. അപ്പോൾ ഈ രോഗി പുതക്കുന്ന പുതപ്പിന് കീഴെ ചൂടുവായു അല്ലെങ്കിൽ സ്റ്റീം രൂപപ്പെടുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം ചൂടാണ് ആ രോഗി അനുഭവിക്കുന്നത്. ചൂടുള്ള വിയർപ്പുണ്ടാകുന്നു. പുതപ്പ് വെച്ചാൽ അതിനുള്ളിൽ സ്റ്റീമെന്ന് പറഞ്ഞ പോലുള്ള അനുഭവം. ഇനി ഒരു റിലേഷൻ കൂടി പറയുന്നുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒപ്പിയുമാണ് റിലേഷൻ. ഒപ്പിയം ഹാസ് ദിസ്. ഈ ഒരു അവസ്ഥ ഒപ്പിയത്തിലുണ്ട്. പക്ഷെ വ്യത്യാസം എന്താ? ബട്ട് ഇറ്റ് ഈസ് ഇൻ എ വയലൻറ്റ് കഞ്ചഷൻ ടു ദ ഹെഡ് ആൻഡ് അപ്പോപ്ലെറ്റിക് കണ്ടീഷൻ. ഒപ്പിയത്തിലുള്ളത് എങ്ങനെയാണ്? തലയിലേക്ക് രക്തം ഇരച്ചു കയറുന്നു, പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥയിൽ ഒപ്പിയം. അപ്പോൾ സ്വർണത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഒപ്പിയുമായിട്ട് ബന്ധപ്പെട്ടും പെട്ടെന്നുണ്ടാകുന്ന പക്ഷാഘാതമായിട്ട് ബന്ധപ്പെട്ടും വിലപ്പെട്ടൊരു അറിവ് കൂടി കിട്ടി. ഇതേപോലുള്ള ചൂട് വിയർപ്പ് കൊണ്ട് ശരീരം ആവരണം ചെയ്യുക, പുതപ്പിന് കീഴെ സ്റ്റീം ഫോം ചെയ്യുന്ന അത്രയും ചൂട് അത് ഒപ്പിയത്തിലുണ്ട്. അതെപ്പോഴാണ്? തലയിലേക്ക് ചോര ഇറച്ചു കയറിയിട്ട് പെട്ടെന്നൊരു പക്ഷാഘാതം പോലും ഉണ്ടാകുന്ന അവസ്ഥയിൽ. പനിയുടെ കാര്യത്തിൽ ഈ അവസ്ഥയാണെങ്കിൽ സ്വർണവും, പക്ഷാഘാതം പോലും ഉണ്ടാകുന്ന അവസ്ഥയിൽ ഒപ്പിയവും.
ഉണ്ടോ? എത്രയോ വിലപ്പെട്ട അറിവുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ സോറനത്തെക്കുറിച്ചുള്ള ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ നിന്നും വിലപ്പെട്ട ധാരാളം അറിവുകൾ നിങ്ങൾ കിട്ടിക്കാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി രോഗികളെ സഹായിക്കാൻ, ഒരുപാട് രോഗാവസ്ഥയുള്ളവർ, പല ചികിത്സകൾ ചെയ്തിട്ടും സുഖപ്പെടാതിരിക്കുന്നവർ, ഒരു അണ്ടർലൈൻ മയാസത്തിൽ നിന്നും ക്രോണിക് മയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സിമ്പിൾ റെമഡീസ് കൊണ്ട് അവരെ ഹീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനൊക്കെ സോറണ സഹായിക്കും. ഈ സോറണ എന്നുള്ള അധ്യായം കൂടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട നോസോഡായിട്ടുള്ള ട്യൂബർകുലിനത്തെ പരിഗണിക്കാം. ട്യൂബർകുലിനം ഒരുപാട് രോഗാവസ്ഥകളിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. ഇതുവരെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഈ ചാനൽ പരിചയപ്പെടാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.